Hello, welcome back to another video related to spectroscopy, that is electronic spectroscopy. In this section we can check what will be the nature of the spectrum, electronic spectrum. And in the electronic spectroscopy we are measuring the radiations that is in the UV visible region when a molecule absorbs such radiation. So when near UV and visible light radiations falls on some materials, it will absorb certain types of radiation and the rest will be transmitted. And the absorbance can be measured as log I0 by Ix, that is absorbance. And usually the nature of spectrum looks like this, that is absorbance against lambda max. Various types of wavelength radiations നമ്മൾ പാസ് ചെയ്യുമ്പോൾ molecule specific wavelength ആയിട്ടുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യും അല്ലേ. So we have the spectrum like this. And in the case of electronic transition there occurs vibrational and rotational transitions. Electronic transition നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ vibrational rotational transitions possible ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ this vibrational transition produces a coarse structure and rotational transitions a fine structure on the spectra. അപ്പോൾ നമുക്കിങ്ങനെ ഷാർപ്പ് ലൈൻസിന് പകരം ഇങ്ങനെ ഒരു ബ്രോഡ് ബാൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വെരി കോംപ്ലക്സ് ഇൻ ദ കേസ് ഓഫ് gaseous samples. For case of gaseous sample, these lines are resolved and it is very complex, but it will give good information about the material. And in the case of solid and liquid, these lines will merge and it looks like a band. And actually in the case of solution state there occurs collision between solute and solvent particles, so that will wipe out the rotational and vibrational structures, fine structures, and we will get a smooth band. അപ്പോൾ നമുക്ക് സ്പെക്ട്രം എപ്പോഴും ഒരു ബാൻഡ് ആയിട്ടാണ് കിട്ടുന്നത്, ദാറ്റ് ഈസ് അബ്സോർബൻസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത്. സോ മാക്സിമം അബ്സോർപ്ഷൻ നടന്നിരിക്കുന്ന വേവ് ലെങ്ത്തിനെ നമ്മൾ ലാംഡ മാക്സ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം അബ്സോർപ്ഷൻ. അതായത് ഈ ഒരു വേവ് ലെങ്ത്തിലാണ് ആ മെറ്റീരിയൽ മാക്സിമം അബ്സോർബ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ദി സ്പെക്ട്രം. Next we want to study two important terms in electronic spectroscopy, chromophores and auxochromes. First, chromophores. Chromophores means a chromo, that is color producing centers. Okay, and they are isolated functional groups which exhibits absorption of a characteristic nature in the UV or visible region. ഒരു മോളിക്യൂളിലുള്ള ഒരു പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി അബ്സോർപ്ഷൻ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ആ ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്രോമോഫോസ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ തരുന്ന ആ ഗ്രൂപ്പിനെയാണ് ക്രോമോഫോസ് എന്ന് പറയുന്നത്. ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി അബ്സോർപ്ഷൻ ഇൻ ദ റീജിയൻ ഗ്രേറ്റർ ദാൻ 200 നാനോമീറ്റർ. 200 നാനോമീറ്ററിന് മുകളിലുള്ള ട്രാൻസിഷൻസ് തരുന്ന ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ക്രോമോഫോസ് എന്ന് പറയുന്നത്. Usually these groups having unsaturated centers or heteroatoms or both. നമ്മൾ ആൾറെഡി ഏതൊക്കെ ടൈപ്പ് ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സിഗ്മ ടു എൻ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ആണ് ഗ്രേറ്റർ ദാൻ 200 നാനോമീറ്ററിൽ വരുന്നത്. ദാറ്റ് ഈസ് നിയർ യു വി ആൻഡ് വിസിബിൾ റീജിയൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസിഷൻസ് തരണമെങ്കിൽ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് മസ്റ്റ് ഹാവ് അൺസാച്ചുറേറ്റഡ് സെൻറ്റേഴ്സ്, ഹെട്രോ ആറ്റംസ് ഓർ ബോത്ത്. അങ്ങനെയുള്ളവരാണ് ഇത്തരം ട്രാൻസിഷൻസ് തരുന്നുള്ളൂ. സോ ദാറ്റ് ആർ ടേംഡ് ആസ് ക്രോമോഫോസ്. സോ ക്രോമോഫോസ് ആർ ഐസൊലേറ്റഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, ആൻഡ് ദീസ് ആർ ദ ഗ്രൂപ്പ്സ് ഹാവിങ് അൺസാച്ചുറേറ്റഡ് സെൻറ്റേഴ്സ് ഓർ ഹെട്രോ ആറ്റംസ്. ഇതുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്രോമോഫോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് മീൻ ബൈ ഓക്സോക്രോംസ്. Auxochromes are special type of functional groups that does not show selective absorption above 200 നാനോമീറ്റർ. അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു അബ്സോർപ്ഷൻസ് തരില്ല, കാരണം 200 നാനോമീറ്ററിന് മുകളിൽ അബ്സോർപ്ഷൻ തരാനുള്ള കഴിവില്ല. ബട്ട് വെൻ പ്രസൻറ്റ് along with a chromophore causes a shift of absorption to longer wavelength and an increase in the intensity of absorption peak.
ഈ ഓക്സോക്രോംസ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് സ്വയം ഒരു അബ്സോർപ്ഷൻ തരുന്നില്ല, 200 നാനോമീറ്ററിലുള്ള അബ്സോർപ്ഷൻ തരാനുള്ള കഴിവില്ല. ബട്ട് വെൻ ദേ അറ്റാച്ച്ഡ് വിത്ത് എ ക്രോമോഫോർ, ഇത്തരം ഗ്രൂപ്പ്സ് ക്രോമോഫോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ക്രോമോഫോഴ്സ് തരുന്ന അബ്സോർപ്ഷൻ പീക്കിനെ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും. അപ്പോൾ ഒരു ക്രോമോഫോഴ്സ് തരുന്ന അബ്സോർപ്ഷനെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ ഇൻക്രീസ് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഓക്സോക്രോംസ് എന്ന് പറയുന്നത്. സോ ദേ വിൽ നോട്ട് പ്രൊഡ്യൂസ് ദെയർ ഓൺ ക്യാരക്ടറിസ്റ്റിക് പീക്ക്. അവർക്ക് അവരുടേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് പീക്ക് തരാൻ പറ്റില്ല. തരാൻ പറ്റുന്നവരാണ് ക്രോമോഫോഴ്സ്. ഇത്തരം ഓക്സോക്രോംസ് വെൻ ദേ അറ്റാച്ച്ഡ് വിത്ത് എ ക്രോമോഫോഴ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് ദ അബ്സോർപ്ഷൻ ടു ലോങ്ങർ വേവ് ലെങ്ത് ആൻഡ് ക്യാൻ ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി. എക്സാമ്പിൾ OH ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, OR ഗ്രൂപ്പ്, NHR ഗ്രൂപ്പ്. സോ ഇത്തരം ഗ്രൂപ്പ്സൊക്കെ വെൻ ക്രോമോഫോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ദേ ക്യാൻ ഷിഫ്റ്റ് ദ വേവ് ലെങ്ത്തിനെ ഷിഫ്റ്റ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ആർ ക്രോമോഫോഴ്സ് ആൻഡ് ഓക്സോക്രോംസ്. Now we want to check the shifts in absorption maximum and peak intensity. pH, solvent effects, substitution of hydrogen in chromophoric group, etc. can cause shift in position and intensity of absorption peak. അതായത് ഓരോ മോളിക്യൂള് അതിലൊരു ക്രോമോഫോർ ഉണ്ടെങ്കിൽ, ക്രോമോജനിക് സെൻറ്റർ ഉണ്ടെങ്കിൽ അതൊരു ക്യാരക്ടറിസ്റ്റിക് പീക്ക് തരും അല്ലേ, നമുക്കൊരു പീക്ക് കിട്ടും. സോ വെൻ അത്തരം ഒരു സിസ്റ്റത്തിൻ്റെ pH ചേഞ്ച് വരുത്തുക, സോൾവെൻറ്റിലുള്ള ഇൻട്രാക്ഷൻസ് മാറ്റുക, ഹൈഡ്രജൻ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റിയോ അല്ലെങ്കിൽ പീക്കിൻ്റെ പൊസിഷനൊക്കെ മാറാം. ദർ ഈസ് എ ഷിഫ്റ്റ് ഇൻ പൊസിഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ബേസ്ഡ് ഓൺ ദി അറ്റാച്ച്ഡ് ഗ്രൂപ്പ്. കണ്ടീഷൻ മാറുമ്പോൾ പീക്കിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്കൊക്കെ ചേഞ്ച് വരാം. സോ അങ്ങനെ ദർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ്, 4 ടൈപ്പിലുള്ള ഷിഫ്റ്റ് പോസിബിൾ ആണ്. So first we can check bathochromic shift or red shift. Consider benzene C6H6. ബെൻസീൻ്റെ ലാംഡ മാക്സ് 255 നാനോമീറ്ററിലാണ്. അതായത് ബെൻസീൻ നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രം എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലാംഡ മാക്സ് കിട്ടുന്നത് 255 നാനോമീറ്റർ. അതായത് ആ റീജിയനിലുള്ള റേഡിയേഷനെയാണ് ബെൻസീൻ അബ്സോർബ് ചെയ്യുന്നത്. സോ ആ ബെൻസീനിൽ ഒരു ഹൈഡ്രജൻ മാറ്റി നമ്മൾ NH2 എന്നുള്ളൊരു ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സോ ദിസ് ബിക്കം അനിലിനാവും അല്ലേ. അനിലിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം 280 കിട്ടുക. അപ്പോൾ ബെൻസീൻ നമുക്ക് ഇങ്ങനെ 255 കിട്ടിക്കഴിഞ്ഞാൽ അനിൽ നമുക്ക് കുറച്ചുകൂടി ഇപ്പുറത്തെ 280 നമുക്ക് അബ്സോർപ്ഷൻ മാക്സിമം. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമത്തിന് അത് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഹയർ വേവ് ലെങ്ത്, ഇതാണല്ലോ വേവ് ലെങ്ത്, ഹയർ വേവ് ലെങ്ത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു. സച്ച് ഷിഫ്റ്റ് ഈസ് ടേംഡ് ആസ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഓർ റെഡ് ഷിഫ്റ്റ്. ദാറ്റ് ഈസ് ഷിഫ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ മാക്സിമം, ദാറ്റ് ഈസ് ലാംഡ മാക്സ് ടു ലോങ്ങർ വേവ് ലെങ്ത് ഈസ് ടേംഡ് ആസ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഓർ റെഡ് ഷിഫ്റ്റ്. എന്തുകൊണ്ടാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ലോങ്ങർ വേവ് ലെങ്ത്തിലേക്കാണ് അല്ലേ. 255 എന്നുള്ളത് 280 ആയി. ലോങ്ങർ വേവ് ലെങ്ത് നമുക്കറിയാം, വിസിബിൾ സ്പെക്ട്രത്തിൽ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളവരാണ് റെഡ്, ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളവരാണ് ബ്ലൂ. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇതിനെ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നു. ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഓർ റെഡ് ഷിഫ്റ്റ്. അപ്പോൾ ബെൻസീൻ, അപ്പോൾ ഈ അനിലിനെ, ഈ NH2 ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സോക്രോം എന്ന് പറയുന്നത്. സോ NH2 ഗ്രൂപ്പ് അതിൻ്റെ സ്വയം ഒരു ഇത് തരുന്നില്ല. ഈ C6H6 ആണ് ഈ അബ്സോർപ്ഷന് കാരണം. അതായത് C6H6ലുള്ള C ആണ് ഈ അബ്സോർപ്ഷന് കാരണമാവുന്നത്. പക്ഷേ ഈ അനിലിൻ എന്നുള്ള ഗ്രൂപ്പ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പൊസിഷന് മാറ്റം വരുന്നു. അതാണ് അതിനെ ഓക്സോക്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള C ആണ് ക്രോമോഫോർ. NH2 അറ്റാച്ച് ചെയ്തത് ഓക്സോക്രോം അറ്റാച്ച് ചെയ്തപ്പോൾ ഈ ക്രോമോഫോം തരുന്ന ലാംഡ മാക്സ് ഷിഫ്റ്റ് ചെയ്തു. So that is bathochromic shift, shift of absorption maximum towards longer wavelength. Bathochromic red shift ആണ്. Then we have hypsochromic shift or blue shift. അനിലിൻ, നമ്മൾ നേരത്തെ പറഞ്ഞു അനിലിൻ അബ്സോർബ് ചെയ്യുന്നത് 280 നാനോമീറ്റർ, അതിൻ്റെ ലാംഡ മാക്സ് 280 നാനോമീറ്ററിലാണ്. അത്തരം അനിലിലേക്ക് നമ്മൾ സ്വല്പം ആസിഡ് ആഡ് ചെയ്തു വിചാരിക്കൂ, H+ ആഡ് ചെയ്തു. സോ അനിലിലേക്ക് H+ ആഡ് ചെയ്താൽ ദാറ്റ്
H plus will attach with nitrogen and that become C6H plus C6H5 NH3 plus അനിലീനിയം അയോൺ ആയി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാംഡ മാക്സ് 280 നിന്ന് 254 ഷിഫ്റ്റ് ചെയ്യും. അതായത് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കാണ്. ഇതായിരുന്നു അനിലിൻ 280 തരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? അനിലീനിയൻ അയോൺ അത് ബ്ലൂയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ സച്ച് ഷിഫ്റ്റ് ഓഫ് ലാംഡ മാക്സ് ടു ഷോർട്ടർ വേവ് ലെങ്ത് ഈസ് ടേംഡ് ആസ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ഓർ ബ്ലൂ ഷിഫ്റ്റ്. ബാത്തോ ബ്ലൂ ആണ് വിചാരിക്കരുത്, ബാത്തോക്രോമിക് റെഡ് ഷിഫ്റ്റ് ആണ്. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ആണ് ബ്ലൂ ഷിഫ്റ്റ്. ഷിഫ്റ്റ് ഓഫ് ലാംഡ മാക്സ് ടു ഷോർട്ടർ വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ലാംഡ മാക്സ് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, ടുവാർഡ്സ് ലോങ്ങർ വേവ് ലെങ്ത് ഓർ ടുവാർഡ്സ് ഷോർട്ടർ വേവ് ലെങ്ത്. ഇനി ചില കേസിൽ ഈ കിട്ടിയ ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാം അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറയാം. അത്തരം എഫക്ട്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ്. Hyperchromic shift means shift of molar absorption coefficient, that is epsilon max to higher value. Epsilon indicate ചെയ്യുന്നത് ഇൻറ്റൻസിറ്റിയാണ് അല്ലേ. സോ ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ്. ഫോർ എക്സാമ്പിൾ ഫിനോൾ C6H5 ഫിനോളിൻ്റെ എപ്സിലോൺ മാക്സ് 6200 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് വരുന്നത്. ആ ഫിനോളിന് H പ്ലസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ C6H5O- ഫിനോക്സൈഡ് അയോൺ ആണ് കിട്ടുന്നത്. അതിൻ്റെ എപ്സിലോൺ മാക്സ് 9200 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കൂ, എപ്സിലോൺ മാക്സ് ഇൻക്രീസ് ചെയ്തു പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി. അപ്പോൾ ഫിനോൾ തരുന്ന ബാൻഡിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസ് ആയിരിക്കും ഫിനോക്സൈഡ് അയോൺ. സോ അത്തരം ഷിഫ്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഷിഫ്റ്റ് ഓഫ് മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ടു ഹയർ വാല്യൂ. ആൻഡ് ദാറ്റ് യൂഷ്വലി ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഈസ് ഓഫൺ അക്കമ്പനീഡ് ബൈ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ്. ബാത്തോക്രോമിക് ഷിഫ്റ്റ് നടക്കുമ്പോൾ അവിടെ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റും വരുന്നുണ്ട്. നെക്സ്റ്റ് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് മീൻസ് ഷിഫ്റ്റ് ഓഫ് എപ്സിലോൺ മാക്സ് ടു ലോവർ വാല്യൂ. ഇൻറ്റൻസിറ്റി ഇവിടെ കുറയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബെൻസോയിക് ആസിഡിൻ്റെ എപ്സിലോൺ മാക്സ് 11600 ബട്ട് ബെൻസോയേറ്റ് അയോൺ C6H5COO- 8700 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു അല്ലേ, എപ്സിലോൺ മാക്സ് കുറഞ്ഞു. സോ സച്ച് ഷിഫ്റ്റ് ഈസ് ടേംഡ് ആസ് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. യൂഷ്വലി ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ഈസ് ഓഫൺ അക്കമ്പനീഡ് ബൈ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. അപ്പോൾ 4 തരത്തിലുള്ള ഷിഫ്റ്റ് പഠിച്ചു. ബാത്തോക്രോമിക് ഷിഫ്റ്റ്, ബ്ലൂ ഷിഫ്റ്റ്, ഷിഫ്റ്റ് ഓഫ് ലാംഡ മാക്സ് ടു ഹയർ വാല്യൂ. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ഓർ ബ്ലൂ ഷിഫ്റ്റ്, ഷിഫ്റ്റ് ഓഫ് ലാംഡ മാക്സ് ടു ലോവർ വാല്യൂ. ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് മീൻസ് ഷിഫ്റ്റ് ടു ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി, ലാംഡ മാക്സ് കൂടുന്ന പ്രോസസ്സ്. ഹൈപ്പോ മീൻസ് ലാംഡ മാക്സ് കുറയുന്ന പ്രോസസ്സ്, അതായത് ഇൻറ്റൻസിറ്റി കുറയുന്ന പ്രോസസ്സ്. ഒരു എക്സാമ്പിളും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. Moving towards the last section, that is the applications of electronic spectroscopy. It have various application in the field of organic chemistry, inorganic chemistry, etc. So first we can check the organic chemistry application in organic chemistry. It's very important, that is it is mainly used for the identification and structural elucidation of organic compounds. അൺനോൺ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ സ്ട്രക്ചറൽ എലുസിഡേഷന് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി വൈഡ്ലി യൂസ് ചെയ്യാറുണ്ട്. സോ അതിൽ നമുക്ക് വി ക്യാൻ യൂസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അറോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, ഫ്യൂസ്ഡ് റിങ്സ് ആയിട്ടുള്ള നാഫ്തലിൻ, ആന്ത്രസിൻ, അത്തരം ഓരോ മോളിക്യൂളിനും അതിൻ്റേതായ ഇലക്ട്രോണിക് സ്പെക്ട്രം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ മോളിക്യൂളിൻ്റെയും ഇലക്ട്രോണിക് സ്പെക്ട്രം നമ്മൾ ഓൾറെഡി റെക്കോർഡഡ് ആണ് ആൻഡ് ദാറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ലൈബ്രറി. So when we have a new compound or unknown compound, we can compare its spectrum with the library of spectra and we can identify the compound. So it can be used for the identification of compounds. നെക്സ്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഓരോ പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പിനും, അതായത് കോൺജുഗേറ്റഡ് ബോൺസ്, ഹെറ്ററോ ആറ്റംസ് ഒക്കെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന് അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക് എപ്സിലോൺ മാക്സും ആൻഡ് ലാംഡ മാക്സും ഉണ്ട് അല്ലെ, അബ്സോർപ്ഷനും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ അത്തരം ഒരു അബ്സോർപ്ഷൻ മാക്സിമം ലാംഡ മാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കമ്പയർ ചെയ്യാം. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ലാംഡ മാക്സ് ആണിത് എന്ന് കമ്പയർ ചെയ്തിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം.
Then identification of geometrical isomers. We know geometrical isomers are trans and cis. Usually trans isomers have high lambda max and epsilon max than cis. അപ്പോൾ നമുക്ക് ഒരു മോളിക്യൂൾ ഉണ്ട്, അതിൻ്റെ ഐസോമേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ സ്പെക്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാംഡ മാക്സും എപ്സിലോൺ മാക്സും കൂടുതൽ കാണിക്കുന്ന ആളായിരിക്കും ട്രാൻസ് ഐസോമർ, മറ്റേ ആൾ സിസ് ഐസോമർ ആയിരിക്കും. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ്. ദെൻ സ്റ്റഡി ഓഫ് കോൺജുഗേഷൻ is very important. The conjugation plays an important role in electron spectroscopy. As the conjugation increases, there occurs shift of lambda max to higher value. Conjugation ഡബിൾ ബോണ്ടുകളുടെ എണ്ണം കൂടുമ്പോൾ ലാംഡ മാക്സിൻ്റെ ഹയർ റീജിയനിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഹയർ വേവ് ലെങ്ത്തിലാണ് അത് അബ്സോർബ് ചെയ്യുക. അപ്പം വളരെ റെഡ് കളർ ആയിട്ടുള്ളതൊക്കെ അതിന് ഉദ്ദേശിക്കുന്നത് അതിൽ ഹൈ കോൺജുഗേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ കോൺജുഗേഷനെ നമുക്ക് സ്റ്റഡി ഓഫ് കോൺജുഗേഷന് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഇമ്പ്യൂരിറ്റി ഡിറ്റക്ഷന് യൂസ് ചെയ്യാം. സ്റ്റഡി ഓഫ് ടോട്ടോമറിക് ഇക്വിലിബ്രിയം, ടോട്ടോമറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുമ്പോൾ അബ്സോർപ്ഷൻ മാറും. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ ടോട്ടോമറിക് സ്പീഷീസ്. ദെൻ സ്റ്റഡി ഓഫ് സ്ട്രെയിൻ, മോളിക്യൂൾ മേ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഒക്കെ ഉണ്ടായിരിക്കും മോളിക്യൂൾ. അപ്പോൾ അതെല്ലാം ഈ ലാംഡ മാക്സിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും, ലാംഡ മാക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ വി ക്യാൻ സ്റ്റഡി the strain. So these are the general applications in the organic chemistry field. Next, application in inorganic chemistry. In the field of inorganic chemistry, electronic spectroscopy have more application in coordination complexes, their structural elucidation. Coordination complexes are special type of inorganic compounds. They have coordination bonds. Okay, in such cases there are dd transition, that is electrons will transmit, electrons will there occurs transition between d orbitals to other d orbitals, that is dd transitions. And we can find out the T2G EG transitions in octahedral complexes, E to T2 transitions in tetrahedral complex, and there are some other transitions like charge transfer transitions. So from that spectra we can identify the nature of metals, ligands, etc. Okay, നമ്മൾ ഇനി കൂടുതലായിട്ട് പഠിക്കും നെക്സ്റ്റ് സെമ്മിൽ. സോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഇനോർഗാനിക് കോർഡിനേഷൻ കോംപ്ലക്സസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. Then very important application, that is it can be applicable for the quantitative analysis. Quantity, amount determine ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബീർ-ലാംബർട്ട്സ് ലോ. വാട്ട് ഈസ് ബീർ-ലാംബർട്ട്സ് ലോ? അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു അബ്സലോൺ CX അല്ലേ. അബ്സോർബൻസ് ഈസ് ബേസ്ഡ് ഓൺ അബ്സലോൺ CX. For example, estimation of naphthalene ethanolic solution. അതായത് നമുക്കൊരു അൺനോൺ നാഫ്തലിൻ സൊല്യൂഷൻ തന്നു, അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല, എത്ര മോളാറാണ് എന്ന് നമുക്ക് അറിയില്ല. സോ വി ഹാവ് എ അൺനോൺ നാഫ്തലിൻ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നാഫ്തലോൺ ദാറ്റ് ഈസ് നാഫ്തലിൻ ഇൻ എത്തനോൾ, നാഫ്തലിൻ സൊല്യൂഷനാണ്, അതായത് എത്തനോളിൽ ഡിസോൾവ് ചെയ്ത നാഫ്തലിൻ സൊല്യൂഷൻ അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് സ്പെക്ട്രോഫോട്ടോമെട്രി വഴി ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫോർ ദിസ് ഫസ്റ്റ് വി വാണ്ട് ടു പ്രിപ്പയർ എ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് നാഫ്തലിൻ എത്തനോൾ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 0.5 മോളാർ, 1 മോളാർ അങ്ങനെയുള്ള, അതെ 0.01 മോളാർ, 0.02 മോളാർ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മോളാർ കോൺസെൻട്രേറ്റ്, വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള കോൺസെൻട്രേഷൻസ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുക. അതായത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ അറിയാം അല്ലേ. അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നാഫ്തലിൻ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻസ് ഉള്ള നാഫ്തലിൻ സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ദ അബ്സോർബൻസ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് അബ്സോർബൻസ് മെഷർ ചെയ്യുക. നാഫ്തലിൻ ഷോസ് ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ ഇൻ ദ 285 നാനോമീറ്റർ റേഞ്ചിലാണ്. അപ്പോൾ അത്തരം റേഡിയേഷൻസ് ആ ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അബ്സോർബൻസ് മെഷർ ചെയ്യാം. അത് നമുക്കൊരു കളറിമീറ്റർ യൂസ് ചെയ്യാം. കളറിമീറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ അബ്സോർബൻസ്. ഇത് നമ്മൾ പ്രാക്ടിക്കലിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കളറിമീറ്റർ വെച്ചിട്ട്, കളറിമീറ്ററിൽ നമ്മൾ ഈ സൊല്യൂഷൻ ഒരു ക്യുവറ്റിൽ വെക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് അബ്സോർബൻസ് അത് കാണിച്ചു തരും. സോ ആ അബ്സോർബൻസ് എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസിൻ്റെ എല്ലാം അബ്സോർബൻസ്, ഓരോന്നിൻ്റെയും അബ്സോർബൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. then that absorbance is plotted against concentration. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് 0.01 മോളാർ ആ ഒരു സൊല്യൂഷൻ എടുത്തപ്പോൾ അബ്സോർബൻസ് ഇവിടെ കിട്ടി, 0.02 ഇവിടെ കിട്ടി,
0.03ക്ക് ഇവിടെ കിട്ടി. അങ്ങനെ നമ്മളിങ്ങനെ അബ്സോർബൻസ് മെഷർ ചെയ്യാം. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമുക്കിങ്ങനെ ഡീവിയേഷൻ കാണാം. ചിലപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കാം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. കാരണം സീറോ കോൺസെൻട്രേഷനിൽ അബ്സോർബൻസ് 0 ആയിരിക്കണം അല്ലേ. സോ ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ അൺനോൺ നാഫ്തലിൻ സൊല്യൂഷൻ ഉണ്ട് അല്ലേ, അത് ഈ കളറിമീറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ അബ്സോർബൻസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരച്ചു, അതിലിപ്പോൾ ഇവിടെ കിട്ടി വിചാരിച്ചോളൂ, അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല, അതിൻ്റെ അബ്സോർബൻസ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഈ ഒരു അബ്സോർബൻസ് ഇവിടെ കിട്ടി. അത് ജസ്റ്റ് താഴേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടും അല്ലേ. അപ്പോൾ അതായിരിക്കും അൺനോണിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്കങ്ങനെ അൺനോൺ സിസ്റ്റം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് നമുക്ക് ഈ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ അൺനോൺ കോൺസെൻട്രേഷൻ യൂസിങ് ദിസ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് അബ്സോർബൻസ് മെഷർ ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക, ദെൻ അൺനോൺ സൊല്യൂഷൻ്റെ അബ്സോർബൻസ് മെഷർ ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് കോൺസെൻട്രേഷൻ മനസ്സിലാക്കാം. So very important application in quantitative analysis.